നമുക്ക് കുറച്ച് ഗ്രാമർ പഠിക്കാം അല്ലേ? ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളെ ബാക്കിലേക്ക് പോയിക്കോ. ടെക്സ്റ്റിന്റെ 2 പാഠം നമുക്ക് ഓൾറെഡി കഴിഞ്ഞു. സെക്കൻഡ് പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ തരണത്രേ. അപ്പൊ ഇനി അതിന്റെ ഇടയിൽ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാണ്. സെക്കൻഡ് പാഠത്തിന്റെ ഇതിലുള്ളത്, അതായത് വീരഭഗത് സിംഗ് പാഠം 2 വീരഭഗത് സിംഗ് എഴുതിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങള് അർത്ഥം എഴുതുകാന്ന് എഴുതിയിട്ട് ഇത് എഴുതുവോന്നേ? ടെക്സ്റ്റിലുള്ളത് എല്ലാ കുട്ടികളും എഴുതിയെടുക്കോ. അർത്ഥം എഴുതുകാന്ന് എഴുതുക, എന്നിട്ട് അത് എഴുതണം. പിന്നെ നെക്സ്റ്റ് വിപരീത പദം എഴുതുകാന്ന് എഴുതുക, എന്നിട്ട് സ്വാതന്ത്ര്യം, പാരതന്ത്ര്യം, ഓർക്കുക, മറക്കുക, സമത്വം, അസമത്വം. എല്ലാരും ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ഓക്കെ. ഉന്നതർ, അധസ്ഥിതർ, ഹിംസ, അഹിംസ. പിന്നെ പര്യായ പദങ്ങൾ എഴുതുക. ആദ്യ പാഠം 2 വീരഭഗത് സിംഗ് എന്ന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അർത്ഥം എഴുതുകാന്ന് എഴുതുവാൻ. എന്നിട്ട് ഇതിലില്ല തന്നെയാണ് മിസ് പറയുന്നത്. ഈ അർത്ഥം ആദ്യം എഴുതണം. ദേശാഭിമാനികൾ എന്ന് തുടങ്ങുന്നില്ലേ? കണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? ഓക്കെ. അപ്പോ ആദ്യം എഴുതുവന്നേ പദങ്ങളുടെ അർത്ഥം എഴുതുകാന്ന് എഴുതുക. എന്നിട്ട് ദേശാഭിമാനികൾ, സ്വന്തം ദേശത്തെ കുറിച്ച് അഭിമാനം കൊള്ളുന്നവർ, ദേശാഭിമാനി അല്ലേ? കേൾക്കുന്നില്ലേ മോനെ? ഇല്ലേ നിജാദേ? കേൾക്കുന്നുണ്ടോ? ബാക്കി എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? യെസ്, ക്ലിയർ ആവുന്നു, പക്ഷെ കട്ട് പോകുന്നു മിസ്. ഓക്കെ, കേൾക്കുന്നില്ല? ഒന്ന് കേൾക്കുന്ന ആളെന്ന് കൈ കാണിച്ചേ. കുറേ പേർക്ക് ഓക്കെയാണ്. ജോയിനത്, ഹലീമ, ജുവാന, ഓക്കെ, ഓക്കെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ നിജാദിന്? നിജാദ്, നിജാദിന് എന്തോ ബുദ്ധിമുട്ടാണ്. അപ്പൊ രണ്ടാമത്തെ പാഠത്തിന്റെ അർത്ഥം എഴുതുവാന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ അത്രയൊന്നും പറഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ അർത്ഥം നമ്മളെ കേൾക്കുന്നില്ല? ഓക്കെ. അപ്പോ പിന്നെ പടപൊരുതുക, യുദ്ധം ചെയ്യുക. ത്യാഗോജലം, ത്യാഗത്താൽ ശോഭിക്കുന്നത്. ത്യാഗം, ത്യജിക്കൽ, ഉപേക്ഷിക്കൽ. കേൾക്കുന്നുണ്ടോ? ത്യാഗധനന്മാർ, ത്യാഗം സമ്പത്തായിട്ടുള്ളവർ. സ്മരണ, ഓർമ്മ, കെട്ടുകെട്ടിക്കുക, എന്നേക്കുമായി പറഞ്ഞേക്കുക. കനത്ത, കട്ടികൂടിയ. സമത്വം, തുല്യമായ അവസ്ഥ. അധിഷ്ഠിതം, അടിസ്ഥാനമാക്കിയുള്ളത്. ഉന്നതർ, ഉയർന്നവർ. പക, ശത്രുത. യത്നം, പ്രവൃത്തി. പ്രതികരണം, മറുപടി. ഇതെന്ത് ചെയ്യണം? നോട്ടിൽ എഴുതണമെന്നാ ഞാൻ പറയുന്നത് കേട്ടോ. ടെക്സ്റ്റില് നോട്ടിലെടുത്ത് എഴുതണേ. ഓക്കെ. നെക്സ്റ്റ് പിന്നെ വിപരീത പദം എഴുതുകാന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യം, പാരതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് പാരതന്ത്ര്യം. നോട്ട്ബുക്കിലോട്ടാണ് എഴുതണ്ടേ? നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ. പാഠം 1 കംപ്ലീറ്റ് ആയല്ലോ. അപ്പൊ സെക്കൻഡ് പാഠത്തിന്റെ പേര് എഴുതിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. എന്നിട്ട് ആദ്യം അർത്ഥം എഴുതുക, രണ്ടാമത് വിപരീതം എഴുതുക കേട്ടോ. എന്നിട്ട് ഓർക്കുക, മറക്കുക, സമത്വം, അസമത്വം, ഉന്നതർ, അധസ്ഥിതർ, ഹിംസ, അഹിംസ. ഓക്കെ അല്ലേ? അതിൽ തന്നെ ഉള്ളതാണ്, എടുത്ത് എഴുതിയേ വേണ്ടു. പിന്നെന്താ വേണ്ടേ? പര്യായ പദങ്ങൾ എഴുതുക എന്ന് പഠിക്കാം എന്നതുണ്ട. പര്യായ പദങ്ങൾ എഴുതുക. എന്ത്? പാത, മാർഗം, വീതി, രഥ്യം. സമരം, യുദ്ധം,
സങ്കരം, ആയോധനം, സമരം എന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാല് അത്ര വരെ നിങ്ങൾ എഴുതിയാൽ തെറ്റക്ക്. കാരണം എന്താ, ചേർത്ത് എഴുതുകയാണ് അടുത്തത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റണ്ട എന്ന് വിചാരിച്ചാണ് പറയാത്തത്. ഓക്കെ, അപ്പൊ ബാക്കി മിസ് എഴുതിയിട്ട് ഫോട്ടോ ഇട്ടത്. അതായത് ചേർത്ത് എഴുതുക മുതല് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനും, അതായത് ബാക്കി ഇത് പ്രയോഗിക്കാനും ഒക്കെ ഉണ്ട്. തനിയെ എഴുതി തെറ്റുണ്ട. ഓക്കെ, അപ്പൊ അത് ഞാൻ ചെയ്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. അത്ര വരെ നിങ്ങൾ എഴുതണം. എന്താ നിജാദേ, ഡൗട്ട് ഉണ്ടോ? നിജാദ്, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. ഇല്ല. ഓക്കെ, അപ്പൊ സംശയമില്ല അല്ലെ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടുള്ളത് മിസ് പറഞ്ഞു തരാം. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ ഏറ്റവും ലാസ്റ്റിലേക്ക് പോകും. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ലാസ്റ്റിൽ നമുക്ക് വ്യാകരണം പഠിക്കാനുണ്ട്. 2 പാഠം ഓക്കെ ആയി? ജീവ, ജീവ അൺമ്യൂട്ട് ചെയ്തേ മോനെ. നീ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ, അതുകൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത്. ജീവ അൺമ്യൂട്ട് ആവുന്നില്ലേ? പറ്റുന്നില്ലേ? ചെയ്ത് പറ്റുന്നില്ലേ മോനെ? ഞാൻ ആരെയും മ്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ. ശ്രീവിഷ്ണു കേൾക്കുന്നുണ്ടോ മോനെ? ജീവക്ക് പറ്റുന്നില്ല. ജീവ എന്തു പറ്റി? ജീവക്ക് പറ്റുന്നില്ല. ജീവ പോയാ? ഓക്കെ, അപ്പൊ എന്താണ് അടുത്ത ലാസ്റ്റ് ഭാഗം? ഒരു വ്യാകരണ പാഠങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? എല്ലാ പാഠവും കഴിഞ്ഞതിന് ശേഷം കണ്ടോ? എല്ലാവരും എടുത്തോ? പേജ് നമ്പർ പറയണോ? പേജ് നമ്പർ 80 എടുത്തോ എല്ലാവരും? പേജ് നമ്പർ 80 എടുത്തോ? ഒന്ന് കൈ കാണിച്ചേ. ഹരിനന്ദ് പ്ലീസ് ലിസൺ ഹിയർ. ഓക്കെ, അപ്പൊ വ്യാകരണ പാഠങ്ങൾ എടുത്തോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വ്യാകരണ പാഠങ്ങൾ 80, പേജ് നമ്പർ 80. അപ്പൊ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കിയേ? വ്യാകരണം കണ്ടോ എല്ലാവരും? പേജ് നമ്പർ ഒന്ന് കൈ കാണിച്ചേ. പേജ് നമ്പർ കണ്ടുവര്. ഓക്കെ, അപ്പൊ ശ്രീവിഷ്ണു കണ്ടില്ലേ മോനെ? ജീവ പോയി തോന്നുന്നു. അതിലെ തന്നെ ജീവ പോയി തോന്നുന്നു. ഓക്കെ, അപ്പൊ വായ്മൊഴി, വരമൊഴി അല്ലെ? എന്താണ് വ്യാകരണങ്ങളില്? വായ്മൊഴി, വരമൊഴി. എന്താ പേര്? ഗോയിന്ന്. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ വായിക്കുന്ന ശ്രദ്ധിച്ചേ. എന്താ പേര്? ഗോയിന്ന്. എവിടേക്കാ? തൃശ്ശൂർക്ക്. ഇതെന്താ കയ്യില്? ഒടപ്പരനോൾക്കുള്ള മരുന്നാ. ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ സംസാരം ഇങ്ങട്ടെ? 2 പേർ തമ്മിലുള്ള സംഭാഷണമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇത് വായ്മൊഴി, പറയുന്ന ഭാഷയാണ് അല്ലെ? ഇതെന്താണ്? പറയുന്ന ഭാഷ, അതായത് വായ്മൊഴിയാണ്, വരമൊഴിയല്ല അല്ലെ? അപ്പൊ നമ്മൾ എഴുതുന്നതിന് എന്ത് പറയും? വരമൊഴി അല്ലെ? അപ്പൊ ഇങ്ങനെയാണോ? വായ്മൊഴി, വായാല് നമ്മൾ പറയും എവിടെയാ പോകുന്നത് അല്ലെ? നമ്മൾ എഴുതുമ്പോ എന്ത് ചെയ്യും? എവിടെ പോകുന്നത് എന്ന് എഴുതും അല്ലെ? എവിടെയാണ് പോകുന്നത് എന്നാണ് എഴുതുമ്പോ എഴുതുക. പക്ഷെ സാധാരണ പറയുമ്പോ എവിടെയാ, നിങ്ങൾ ചോദിക്കാറുണ്ടാവില്ല ചില കുട്ടികള്. ചിലവരെ ഭാഷ ഇപ്പൊ മിസ്സെല്ലാം പറയാറുണ്ട് എവിടെയാ പോകുന്നത് അല്ലെ? അങ്ങനെ പറയാറുണ്ട്. അപ്പൊ എവിടെയാണ് പോകുന്നത് നമ്മൾ എഴുതുമ്പോ എന്ത് ചെയ്യും? എഴുതും. അപ്പൊ വായ്മൊഴി, വരമൊഴി അല്ലെ? ശ്രദ്ധിക്കണേ ഇങ്ങോട്ടേ എല്ലാവരും. വ്യാകരണം നമുക്ക് വരും, ക്വസ്റ്റ്യനിൽ വരും. എന്താ പേര്? ഗോവിന്ദൻ. എവിടേക്കാ? തൃശ്ശൂർക്ക്. ഇതെന്താ കയ്യില്? ഒടപ്പറന്നോൾക്കുള്ള മരുന്ന. ഒടപ്പറന്നോൾ എന്ന് പറഞ്ഞാൽ ആരാ? കൂടെ പിറന്നവര് അല്ലെ? കൂടെ പിറന്ന ആളിനെയാണ് ഉടപ്പിറന്നവൾ. ഓക്കെ, 2 പേർ തമ്മിലുള്ള സംഭാഷണമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇത് വായ്മൊഴി, പറയുന്ന ഭാഷയാണ്. ഇതിനെ നമുക്ക് വരമൊഴിയിൽ, എഴുതുന്ന ഭാഷയിൽ ആക്കി നോക്കാം.
അപ്പൊ വരമൊഴി എന്ന് പറഞ്ഞാൽ എന്താ? എഴുതുന്ന ഭാഷ അല്ലെ? എങ്ങനെയാ എഴുതുക നമ്മളത്? ആദ്യം എന്താ പേര്? നിങ്ങളുടെ പേരെന്താണ്? എഴുതുമ്പോ എങ്ങനെയാ എഴുതുക? നിങ്ങളുടെ പേരെന്താണ് അല്ലെ? പിന്നെയോ എന്റെ പേര് ഗോവിന്ദൻ എന്നാണ്. ഗോവിന്ദൻ എന്നാണ് മേലെ ചോദിച്ചത് അല്ലെ? ചോദിക്കുമ്പോ അപ്പൊ ഗോവിന്ദൻ എന്നാണ്. നിങ്ങൾ എവിടേക്ക് പോകുന്നു? ഞാൻ തൃശ്ശൂർക്കാണ് പോകുന്നത്. ഇതെന്താണ് നിങ്ങളുടെ കയ്യിൽ? ഇത് കുടപ്പിറന്നവൾക്കുള്ള, അതായത് കുടപ്പിറന്നവൾക്കുള്ള മരുന്നാണ്. അതാണ് നമ്മൾ ആദ്യം വായിച്ചത് അല്ലേ? ഓക്കെ, വായ്മൊഴിയും വരമൊഴിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഒരു കൈ കാണിച്ചേ മക്കളെ, മനസ്സിലായെങ്കില്. ഓക്കെ, അപ്പോ ഭാഷകളുടെ പ്രാദേശിക രൂപം കാണിക്കാൻ നാടകങ്ങളിലും മറ്റും വാമൊഴി അതേപടി പകർത്തുന്ന പതിവുമുണ്ട് അല്ലെ? എന്താ ചെയ്യാ? ഭാഷകളുടെ പ്രാദേശിക രൂപം, അതായത് ഓരോ പ്രദേശത്തെ ഭാഷകളുടെ രൂപം മനസ്സിലാക്കാൻ എന്ത് ചെയ്യും? നാടകങ്ങളിലെല്ലാം എന്ത് ചെയ്യും? വാമൊഴി അതേപടി പകർത്തും അല്ലെ? ഓരോ നാട്ടിലത്തെ ഭാഷ എങ്ങനെയാന്ന് കാണിക്കാൻ വേണ്ടി അതേപടി തന്നെ കാണുന്നതുണ്ട് അല്ലെ? നമുക്ക് നാടകത്തിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെന്താണ്? അപ്പൊ എന്താണ് പിന്നെ വരുക? വാമൊഴി ഓരോ പ്രദേശത്തും ഓരോ വിധമായിരിക്കും അല്ലെ? വാമൊഴി ഓരോ പ്രദേശത്തും ഓരോ വിധമായിരിക്കും. ഇതെന്താണ് എന്ന വാക്യം കേരളത്തിലെ പല പ്രദേശത്തുകാർ പറയുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കും അല്ലെ? ഇതെന്തര്? തിരുവനന്തപുരത്തുകാരുടെ ഭാഷ എങ്ങനെയാ? ഇതെന്തര്? മനസ്സിലായോ? ഓക്കെ, തിരുവനന്തപുരംകാർ അങ്ങനെയാ പറയാ. ഇതെന്തര് എന്നാ? ഇതെന്താണ് എന്ന് ചോദിക്കുന്നതാണ്. ഇതെന്തര്? പിന്നെയോ ഇതെന്തോന്നാ? ഇതെന്തോന്നാ എന്ന് ചോദിക്കുന്നവരില്ലേ? ഇതെന്താണ് എന്നാണ്. ഇതെന്തോന്നാ? പിന്നെയോ പിന്നെന്താ ഉള്ളത്? കോട്ടയംകാരാണ് ഇതെന്തോന്നാന്ന് ചോദിക്കുന്നത്. പിന്നെയോ ഇതെന്തുവാ? ഇതെന്തുവാ? ഇതെന്താണെന്ന് ചോദിക്കുന്നത്. മൂവാറ്റുപുഴക്കാർ അല്ലെ? ഇത് എന്താണ്? എറണാകുളം. ഇത് എന്തൂട്ടിന്? തൃശ്ശൂര്. ഓരോ സ്ഥലത്തുള്ളവരും ഓരോ തരത്തിൽ ചോദിക്കുന്നവരുണ്ട് അല്ലെ? ഓക്കെ, കണ്ണൂർക്കാര് കാസർഗോഡുകാരെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓരോന്നുണ്ട് അല്ലെ? കോട്ടയംകാര് അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ വായ്മൊഴിയും വരമൊഴിയും? വായ്മൊഴി എന്ന് പറഞ്ഞാല് വാക്കിൽ നമ്മൾ പറയുന്ന ഭാഷ, അത് ചിലവര് ചില തരത്തിലാണ് അല്ലെ? ചില നാട്ടുകാർ ചില ഭാഷ ഓരോ തരത്തിലാണ് വായ്മൊഴി ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ വരമൊഴിയിൽ വരുമ്പോ എന്ത് ചെയ്യും? എല്ലാവരുടെയും ഭാഷ ഒരുപോലെ തന്നെയായിരിക്കും അല്ലെ? ഇപ്പം ഇതെന്തര്? ഇതെന്താണ് അല്ലെ? എഴുതുമ്പോ എന്ത് ചെയ്യും? ഇതെന്താണ് തന്നെ ചോദിക്കും. ഇതെന്തോന്നാ? കോട്ടയംകാർ ചോദിക്കുന്നത് അങ്ങനെയാ. പക്ഷെ എഴുതുമ്പോ എന്ത് ചെയ്യും? ഇതെന്താണ് തന്നെയാന്ന് എഴുതുക അല്ലെ? അതാണ് പറഞ്ഞത്. അപ്പൊ വായ്മൊഴി, വരമൊഴി. പിന്നെ അടുത്ത എന്താ വരുന്നത്? വർണ്ണവിഭാഗം. വർണ്ണവിഭാഗം അല്ലെ? വർണ്ണവിഭാഗം അതെന്താന്ന് നോക്കിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കിയേ, ഇതിലേക്ക് ശ്രദ്ധിച്ചേ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളെ ഉച്ചാരണത്തിന്റെ ചില പ്രത്യേകതകൾ വച്ച് താഴെ കാണുന്ന വിധത്തിൽ തിരിക്കാവുന്നതാണ് അല്ലെ? ഉച്ചാരണത്തിന്റെ പ്രത്യേകതകൾ വെച്ചിട്ട് താഴെ കാണുന്ന വിധത്തിൽ തിരിക്കാവുന്നതാണ്. എന്ന്? ഖ, ഖ, ഗ, ഖ, ങ. എന്താ അതിനെ പറയുക? കവർഗം അല്ലെ? ഖ, ഖ, ഗ, ഖ, ങ ഇല്ലേ? അതിനെന്താ പറയുക? കവർഗം. അപ്പൊ ക, ഖ, ഗ, ഖ, ങ ഇതിനെ പറയുന്നത് എന്താ? കവർഗം അല്ലെ? നെക്സ്റ്റ് ച, ഛ, ജ, ഛ, ഞ, ചവർഗം അല്ലെ? ചായയിൽ തുടങ്ങുന്നതുകൊണ്ട് ചവർഗം. നെക്സ്റ്റ് ടാറ്റ, ടട്ടണ, ടവർഗം. താത്ത, തത്തന, ടവർഗം. പാപ്പ, പപ്പമ്മ, പവർഗം അല്ലെ? മനസ്സിലായോ? അത് അങ്ങനെയാ പറയേണ്ടത്. കാക്ക, കാക്ക എന്ന് പറയുന്നതിന് പകരം കവർഗം. അത് ഏതൊക്കെയാ? ക, ഖ, ഗ, ഖ, ങ. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ആ ചായയിൽ തുടങ്ങുന്നത് ചവർഗം, ടാറ്റ, ടട്ടണ, ടവർഗം, താത്ത, തത്തന, ടവർഗം, പാപ്പ, പപ്പമ്മ, പവർഗം അല്ലെ? ശബ്ദത്തിന്റെ പരിവരിപ്പ് കൊണ്ട് ക, ച, ട, ത, പ. മനസ്സിലായോ? ആ ഫസ്റ്റ് വരുന്ന ലെറ്റേഴ്സ് ക, ച, ട, ത, പ അല്ലെ? എന്നീ അക്ഷരങ്ങളെ എന്താ പറയുന്നത്? അണ്ടർലൈൻ ചെയ്തേ. ക, ച, ട, ത, പ എന്നീ അക്ഷരങ്ങളെ ഖരം. എന്താ പറയാ മലയാളത്തില്? ഖരം. ഖരം, അധികരം അങ്ങനെ വരുന്നുണ്ട് ഓരോന്ന്. ഖരം, അധികരം, മൃദു, ഘോഷം അങ്ങനെയാണ് പറയുക. അനുനാസികം അങ്ങനെയാണ് പറയേണ്ടത്. ഏതിനൊക്കെയാണ് ഖരം എന്ന് പറയുന്നത് അറിയോ? ക, ച, ട, ത, പ അതാണ് ഖരം.
ഇനി അടുത്ത എന്താ വരുക അന്നേരം? ഖ ഛ ഠ ഥ പ എന്താ വരുക? അടുത്ത അധികരം. നമ്മൾ കുറച്ചും കൂടി സ്ട്രെസ് കൊടുത്ത് പറയുന്നല്ലേ, കാ പോലെയല്ലല്ലോ ഖ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഖ ഛ ഠ ഥ പ അധികരം എന്നും ഗ ജ ഡ ദ ബ എന്നിവ മൃദു. അത് മെല്ലെ പറഞ്ഞ ഗ ജ ഡ ദ ബ അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യും? മൃദുവായിട്ട് പറയുന്നതുകൊണ്ട് മൃദു. പിന്നെയോ അവയോട് ഹകാരം ചേർത്ത, അതായത് ഖ ഛ ഠ ഥ പ എന്നിവയ്ക്ക് ഘോഷം എന്നുമാണ് പേര്. പിന്നെയോ പിന്നെ ങഞ്ഞണ്ണമ്മയില്ലേ, ങ ഞ ണ ന മ വരുമല്ലോ ലാസ്റ്റ് വരുന്നത്, അതെന്താണ്? അനുനാസികാണ് അല്ലേ. ങ ഞ ണ ന എല്ലാറ്റിനെയും ലാസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ബോർഡ് ഉണ്ടെങ്കിൽ എഴുതി കാണിക്കും. മലയാളം ടൈപ്പിംഗ് ഇതിൽ വിഷമാണ്. അപ്പോ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ? ആദ്യത്തെ കാക്ക കാക്ക എഴുതിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഇട്. ഏത്? കാ ച ട ത പ, അതെന്താണ്? ഖരം. നെക്സ്റ്റ് കാക്ക കാക്ക അതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? അതിന് താഴേക്ക് ഇങ്ങനെ ഒരു വട്ടം കൊടുക്ക്, എന്നിട്ട് അതിന് ഖരം എന്ന് എഴുതി. നെക്സ്റ്റ് ഖ ഛ ഠ ത പ എന്ന് അധികരം, ഗ ജ ഡ ദ ബ എന്ന് മൃദു. പിന്നെയോ അടുത്തത് ഖ ഛ ഠ ഥ ഫ എന്ന് ഘോഷം. പിന്നെ ലാസ്റ്റ് വരുന്നത് ങ ഞ ണ ന മ എന്ത്? അനുനാസികം എന്നുമാണ് അറിയപ്പെടുന്നത് അല്ലെ. ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം. ഇത്രയാണ് അറിയുന്നത്. കാക്ക കാക്കങ്ങ മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിശ്വാസവായുവിനെ വായ്ക്കകത്ത് ചിലയിടത്ത് തട്ടിയോ എന്താ അതിരാ? അതിപ്പോ എഴുതണോ? വേണ്ട, എഴുതണ്ട, അണ്ടർലൈൻ ചെയ്യണേ. മിസ് വായിക്കുന്ന ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം. താഴെ വരുന്നുണ്ട് അനുനാസികം, അത് അണ്ടർലൈൻ ചെയ്താൽ മതി അന്നേരം. ഓക്കെ, എഴുതിയൊന്നും വേണ്ട, മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിശ്വാസവായുവിനെ വായ്ക്കകത്ത് ചിലയിടത്ത് തട്ടിയോ തടഞ്ഞോ പുറത്തു വിടുന്നവയാണ് അക്ഷരങ്ങൾ അല്ലെ. ക ഛ ട ത പ എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി നിശ്വാസവായു മൂക്കിലൂടെ വിട്ടാൽ ങ ഞ ണ ന മ, പ്രത്യേകത ഇല്ലേ ങ ഞ ണ നമുക്ക് പറയുമ്പോ, എന്നീ അക്ഷരങ്ങൾ ഉണ്ടാവും. ഇവയ്ക്ക് എന്ത് പറയും? അനുനാസികം എന്ന് പറയും അല്ലെ. മൂക്കിലൂടെ, നാസികം, അനുനാസികം, മൂക്കിലൂടെ വരുന്ന സൗണ്ട് അല്ലെ. അപ്പൊ അനുനാസികം എന്ന് പറയും. പിന്നെന്താണ്? അപ്പൊ ങഞ്ഞെണ്ണന്നമ അനുനാസികാണേ, അണ്ടർലൈൻ ചെയ്യണം. സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന യാ ര ല വ ള ഴ റ എന്നിവ മധ്യമങ്ങൾ. സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടക്ക് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതാ? യാ ര ല വ ള ഴ റ അല്ലെ. യാ ര ല വ ള ഴ റ എന്താണ്? മധ്യമങ്ങൾ. അവയെ എന്താ വിളിക്കുന്നത്? മധ്യമങ്ങൾ എന്ന് വിളിക്കൂ അല്ലെ. പിന്നെയോ ശ ഷ സ ഹ എന്നിവയ്ക്ക് ഊഷ്മാക്കൾ എന്നും പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഖരം, മൃദു, ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം, മധ്യമങ്ങൾ. പിന്നെയോ ലാസ്റ്റ് എന്താ പഠിച്ച? ഊഷ്മാക്കൾ. ഏതൊക്കെയാണെന്ന് അറിയോ? ക ഛ ഠ ത പ എന്ന് ഖരം, ഖ ഛ ഠ ത പ എന്ന് അധികരം. നെക്സ്റ്റ് മൃദു, ഗ ജ ഡ ദ ബ, അത് കുറച്ച് ശക്തിയില്ലാതെ പറഞ്ഞാണ് മൃദു. പിന്നെ ഘോഷം ഖ ഛ ഡ ദ ബ, അത് ഘോഷം. ങ ഞ ണ ന മ മൂക്കിലൂടെ വരുന്നത്, അതായത് അത് അനുനാസികം. പിന്നെയോ സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയിൽ നിൽക്കുന്ന യാരാലാവ ള ഴ റ മധ്യമങ്ങൾ. നെക്സ്റ്റ് ശ ഷ സ ഹ ഊഷ്മാക്കൾ. ഇത്രയും നമ്മൾ പഠിച്ചു. ഇപ്പൊ എന്തൊക്കെയാ? ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം, മധ്യമങ്ങൾ, ഊഷ്മാക്കൾ. പിന്നെയോ അത്രേ ഉള്ളൂ അല്ലെ. മധ്യമങ്ങൾ, ഊഷ്മാക്കൾ, ഇത്രയും നമ്മൾ പഠിച്ചു. ഓരോന്നും ഏതാണെന്നും അറിയാലോ. ഓക്കെ, ഇതിൽ തന്നെയുണ്ട് വായിക്കാൻ. അപ്പൊ നിങ്ങൾ ഇന്ന് ഈ എടുത്ത ഭാഗം നല്ല പോലെ വായിക്കണം, വ്യാകരണങ്ങൾ. ഓക്കെ, അപ്പൊ അത്ര
അപ്പൊ താഴെ കൊടുത്തിട്ടുണ്ട് ഖരം വേറെ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുന്നുണ്ടോ ടെക്സ്റ്റില്? അധികരം വേറെ തന്നെ കൊടുക്കുന്നു. ശ്രീവിഷ്ണു കേൾക്കുന്നില്ലേ മോനെ? ശ്രീവിഷ്ണു കട്ടായിരുന്നു. ശ്രീവിഷ്ണു ഓക്കെ. അധികരം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അധികരം കൊടുത്തിട്ടുണ്ട് അല്ലെ? താഴെ ഉണ്ട് കേട്ടോ. അതിലാ എഴുതേണ്ട, അതിൽ തന്നെ ഉണ്ട്. ഓക്കെ. മൃദു കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. മൃദു അതിൽ കൊടുത്തിട്ടുണ്ട്. കോശം കൊടുത്തിട്ടുണ്ട്. അനുനാസികം കൊടുത്തിട്ടുണ്ട്. വേണ്ടോ? വർഗാക്ഷരങ്ങൾ കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. പിന്നെ വരുന്നത് ശാഷാസാഹ ഊഷ്മാക്കൾ, യാ രാ ലാ വാ ളാ ഴാ റാ മധ്യമങ്ങൾ. മനസ്സിലായോ? നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഖരം, അധികരം, മൃദു, കോശം, അനുനാസികം, വർഗാക്ഷരങ്ങള്, ഊഷ്മാക്കൾ ആൻഡ് മധ്യമങ്ങൾ അല്ലെ? ഇത്രയും നമ്മള് പഠിച്ചു അല്ലേ? വർഗാക്ഷരങ്ങളിൽ ആദ്യത്തെ 4ഉം ശാ ഷാ സായും ചേർത്ത് ദൃഢങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വർഗാക്ഷരങ്ങളിലെ ആദ്യത്തെ 4ഉം, അതായത് ഏതാ വർഗാക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞത്? കവർഗും, ചവർഗും, ടവർഗും, തവർഗും. അപ്പൊ ആദ്യത്തെ 4 എന്ന് പറയുമ്പോൾ കവർഗം, ചവർഗം, ടവർഗം, തവർഗം. പിന്നെന്താണ്? ശാ ഷാ സ. അതായത് ശാ ഷാ സഹ എന്നാണ് ഊഷ്മാക്കളാണ്. അതിൽ ഹാ ഒഴികെ വന്നാൽ ശാ ഷാ സ. ഇതും ചേർത്ത് ദൃഢങ്ങൾ എന്ന പേരിൽ അറിയപ്പെടും. അനുനാസികങ്ങൾ, മധ്യമങ്ങൾ, ഹ എന്നിവയെ ശിഥിലങ്ങൾ എന്നും വിളിക്കുന്നു. അനുനാസികങ്ങളെയും, അതായത് ങ അല്ലെ, പിന്നെന്താ മധ്യമങ്ങള് ഹ ഇതിൽ ഒഴിഞ്ഞിട്ടുണ്ടല്ലോ ഊഷ്മാക്കളില്, അതും കൂടി ശിഥിലങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ നമ്മൾ ഇന്ന് വായ്മൊഴി പഠിച്ചു, വരമൊഴി പഠിച്ചു. വായ്മൊഴി എന്ന് പറയുമ്പോ വാക്കാൽ പറയുന്നത് അല്ലെ, വായ്മൊഴി. പിന്നെയോ വരമൊഴിയോ എഴുത്ത് അല്ലെ, എഴുതുമ്പോ എങ്ങനെയാ പറയുന്നത്, അതാണ് വരമൊഴി അല്ലേ? അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് വായിക്കുമ്പോ. ഇതെന്തരി ഓരോ സ്ഥലത്തെ ഭാഷ ഇതെന്താണ് എന്നുള്ളത് അല്ലേ? ഓക്കെ. പിന്നെ വരുന്നത് എന്താണ്? വർണ്ണ വിഭാഗമാണ്. നമ്മൾ വർണ്ണങ്ങളെ കണ്ടു അല്ലെ? കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം അല്ലെ? ഇങ്ങനെ പല വിധത്തില് ഇതിലെ വർഗാക്ഷരങ്ങളെ വിഭജിച്ചു. പിന്നെ ശബ്ദത്തിന്റെ പരിവരിപ്പ് കൊണ്ട് കാ, ച, ട, ത, പ എന്നീ അക്ഷരങ്ങളെ ഖരം എന്നും ഇവയോട് ഹകാരം ഹ എന്ന അക്ഷരം ലയിപ്പിച്ചു ചേർത്തവയെ ഖ, ച, ട, ത, പ ഇവയ്ക്ക് അധികരം എന്നും ഗ, ജ, ഡ, ദ, ബ എന്നിവയെ മൃദു എന്നും അറിയപ്പെടുന്നു അല്ലെ? അവയോട് ഹകാരം ചേർത്ത ഖ, ച, ട, ത, പ എന്നിവയ്ക്ക് കോശം എന്നുമാണ് പേര്. പിന്നെന്താ പറഞ്ഞേ? ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിശ്വാസവായുവിനെ വായ്ക്കകത്ത് ചിലയിടത്ത് തട്ടിയോ തടഞ്ഞോ പുറത്തു വിടുന്നവയാണ് അക്ഷരങ്ങൾ. ക, ച, ട, ത, പ എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി നിശ്വാസവായു മൂക്കിലൂടെ വിട്ടാൽ ങ, ഞ, ണ, ന, മ അല്ലെ? മൂക്കിലൂടെ വിട്ടാൽ ങ, ഞ, ണ, ന, മ. അതെന്താ അറിയപ്പെടുന്നത്? അനുനാസികങ്ങൾ. അതിനെന്താ അറിയപ്പെടുന്നത്? അനുനാസികം എന്നാണ് പേര്. പിന്നെ വരുന്ന എന്താണ്? സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന യാ, രാ, ലാ, വാ, ളാ, ഴാ, റാ എന്താ അറിയപ്പെടുന്നത്? മധ്യമങ്ങൾ. ശ, ഷ, സ, ഹ എന്നിവ ഊഷ്മാക്കൾ അല്ലേ? മനസ്സിലായോ എല്ലാവർക്കും? ഊഷ്മാക്കൾ, മധ്യമങ്ങള്, കരം, മൃദു, അധികരം, കോശം, മനസ്സിലായോ? അനുനാസികം. ഇത്രയും നമ്മൾ പഠിച്ചു. പിന്നെന്താ പറഞ്ഞേ? വർഗാക്ഷരങ്ങൾ ആദ്യത്തെ 4ഉം ശ, ഷ, സായും ചേർത്ത് ദൃഢങ്ങൾ എന്നും അനുനാസികങ്ങൾ, മധ്യമങ്ങൾ, ഹ എന്നിവയെ ശിഥിലങ്ങൾ എന്നും വിളിക്കുന്നു. ഇത്രയും നമ്മൾ പഠിച്ചു ഗ്രാമറിൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അടുത്ത 3ാമത്തെ കർത്താവ്, കർമ്മം, ക്രിയ. അത് ഇംഗ്ലീഷില് നൗൺ, ഒബ്ജക്റ്റ്, വെർബ് എന്നെല്ലാം പറയുന്നില്ല നിങ്ങള്, അതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് അറിയാലോ? ആരാ ഇതൊന്ന് വായിക്കുന്നേന്ന്? ഓക്കെ, ആതിര കൈപൊക്കി. പ്ലീസ് അൺമ്യൂട്ട് ആതിര.
മിസ് വ്യാകരണ പാഠങ്ങളല്ലേ? ആ, വ്യാകരണ പാഠങ്ങൾ. വായ്മൊഴി, വരമൊഴി. എന്താ പേര്? ഗോയിമൻ. എവിടെക്കാ? തൃശ്ശൂർക്ക്. ഇതെന്താ കയ്യില്? ഒടപ്പിറങ്ങൾക്കുള്ള മരുന്ന്. രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇത് വായ്മൊഴി പറയുന്ന ഭാഷ ആണ്. ഇതിനെ നമുക്ക് വരമൊഴിയിൽ എഴുതുന്ന ഭാഷയിൽ ആക്കി നോക്കാം. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേർ ഗോവിന്ദൻ എന്നാണ്. നിങ്ങൾ എവിടേക്ക് പോകുന്നു? ഞാൻ തൃശ്ശൂർക്കാണ് പോകുന്നത്. ഇതെന്താണ് നിങ്ങളുടെ കയ്യിൽ? ഇത് ഉടപ്പിറന്നവർക്കുള്ള മരുന്നാണ്. ഭാഷകളുടെ പ്രാദേശിക രൂപം കാണിക്കാൻ നാടകങ്ങളിലും മറ്റും വാമൊഴി അതേപടി പകർത്തുന്ന പതിവും ഉണ്ട്. വാമൊഴി ഓരോ പ്രദേശത്തും ഓരോ വിധമായിരിക്കും. ഇതെന്താണ് എന്ന വാക്യം കേരളത്തിലെ പല പ്രദേശത്തുകാർ പറയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കൂ. ഇതെന്തര്? തിരുവനന്തപുരം. ഇതെന്തോന്നാ? കോട്ടയം. ഇതെന്തുവാ? മൂവാറ്റുപുഴ. ഇതെന്താണ്? എറണാകുളം. ഇതെന്തുട്ടാണ്? തൃശ്ശൂർ. വർണ്ണവിഭാഗം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച അക്ഷരങ്ങൾ ഉച്ചാരണത്തിൽ ചില പ്രത്യേകതകൾ വെച്ച് താഴെ കാണുന്ന വിധത്തിൽ തിരിക്കാവുന്നതാണ്. ക, ഇക്ക, ഗ, ഇങ്ങ, കവർഗം. ച, ഇച്ച, ജ, ഇജ്ജ, ചവർഗം. ട, ഇട്ട, ഡ, ഇഡ, ണ, തവർഗം. ത, ഇത്ത, ദ, ഇദ്ദ, ന, തവർഗം. പ, ഇപ്പ, ബ, ഇഭമ, പവർഗം. ശബ്ദത്തിന്റെ പരിപരിപ്പ് കൊണ്ട് കചട, തപ എന്നീ അക്ഷരങ്ങളെ ഖരം എന്നു പറയുന്നു. ഇവയോട് ഹകര എന്ന അക്ഷരം ലയിപ്പിച്ച് ചേർത്തവയാണ് ഇവയ്ക്ക് അധികരം എന്ന് പേർ. ഗജട, തപ എന്നിവ മൃദു ആണിവ. അവയോട് ഹകാരം ചേർത്ത എന്നിവയ്ക്ക് ദോഷം എന്നു പേർ. ശ്വാസകോശത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന നിശ്വാസ വായുവിനെ വായ്ക്കകത്തു ചിലയിടത്തു തട്ടിയോ തടഞ്ഞോ പുറത്തു വിടുന്നവയാണ് അക്ഷരങ്ങൾ. കചട, തപ എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി നിശ്വാസവായു മൂക്കിലൂടെ വിട്ടാൽ ങ, നമ എന്നീ അക്ഷരങ്ങൾ ഉണ്ടാകും. ഇവയ്ക്ക് അനുനാസികം എന്നു പേർ. സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന എരല, വളക്ഷര എന്നിവ മധ്യമങ്ങൾ. ഷ, ഷ, സ, ഹ എന്നിവയ്ക്ക് ഊഷ്മാക്കൾ എന്നു പറയുന്നു. ഇവയെ ഒരു പട്ടികയിലാക്കാം. ഖരം ക, ച, ഡ, ത, പ. അധികരം ക, ച, ഡ, ത, ബ. മൃദു ഗ, ജ, ഡ, ദ, ബ. ഘോഷം ഗ, ജ, ഠ, ഥ, ഭ. അനുനാസികം ങ, ഞ, ണ, ന, മ. വർഗാക്ഷരങ്ങൾ കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. ഷ, ഷ, സ, ഹ ഊഷ്മാക്കൾ. യര, യര, ലവ, ള, ഷ, റ വർഗാക്ഷരങ്ങളിൽ ആദ്യത്തെ നാലും ഷ, ഷ, സായും ചേർത്ത് ദൃഢങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അനുനാസികങ്ങൾ, മധ്യമങ്ങൾ, ഹ എന്നിവയെ ശിഥിലങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ആര് കൈ പൊക്കുന്നില്ലേ? നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ആർക്കും വായിക്കണ്ടേ? ജോയൽ ഒന്ന് വായിച്ചേ മോനെ. പ്ലീസ് അൺമ്യൂട്ട് ജോയൽ. വായിച്ചേത്?
ആരൊക്കെയോ ആയിരുന്നു കുത്തൊക്കെ കളിക്കുന്നുണ്ടെന്ന്. വായിച്ചോ ജോയലേ. എവിടെ ഇപ്പൊ പഠിച്ചിട്ട് മനസ്സിലായിട്ടില്ലേ? വായിച്ചോ. വ്യാകരണ പാഠങ്ങൾ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ? ജോയലിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കാണിച്ചേ മിസ്സിനെ. ഇല്ലേ? ഉണ്ടോ? ഓക്കെ. അത് തന്നെ, വ്യാകരണ പാഠങ്ങൾ. തുടങ്ങിക്കോ, സ്റ്റാർട്ട് ചെയ്തോ. വായിക്കാനാവൂലേ? അതെന്തേട്ടെ അങ്ങനെ വായിക്കാൻ പറ്റാണ്ട്? വായിക്കാൻ അറിയില്ല അക്ഷരങ്ങള്? പക്ഷേ അടുത്ത ക്ലാസ് ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. എല്ലാ കുട്ടികളും വായിക്കണം. വായിക്കാൻ അറിയണ്ട നിങ്ങക്ക്. ശ്രീവിഷ്ണു അൺമ്യൂട്ട് പ്ലീസ്. അൺമ്യൂട്ട് ശ്രീവിഷ്ണു പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തേ മോനെ. പറ്റുന്നില്ലേടാ? നിങ്ങൾ എല്ലാരും എന്താ അൺമ്യൂട്ട് ചെയ്ത്? അൺമ്യൂട്ട് ചെയ്തേ ശ്രീവിഷ്ണു. ശ്രീവിഷ്ണു വായിച്ചു നോക്കട്ടെ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ശ്രീവിഷ്ണു ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഹരിനന്ദ അൺമ്യൂട്ട് ചെയ്തേ. ഹരിനന്ദേ വായിച്ചോ. ശ്രീവിഷ്ണു എന്ത് പറ്റിയമ്മ ഇവർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാതെ? വ്യാകരണ പാഠങ്ങൾ. വായ്മൊഴി വഴമൊഴി. എന്താ പേര്? ഗോയിന്ന്. എവിടേക്കാ? തൃശ്ശൂർക്ക്. ഇത് കയ്യിൽ. എന്താ കയ്യിൽ? ഒടപ്പറനാക്കുള്ള മരുന്ന്. രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇത് വായ്മൊഴി. ഈ വായ്മൊഴി ഭാഷ